UDF അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നു, അതും 102 സീറ്റുമായി. എനിക്ക് തോന്നുന്നു UDF ക്യാമ്പിന് പോലും ഇത്രത്തോളം ഒരു സീറ്റ്, എക്സിറ്റ് പോളുകളാകട്ടെ സർവേകളാകട്ടെ ഒന്നും തന്നെ 100 മറികടക്കും അല്ലെങ്കിൽ 100 കടക്കും എന്നൊരു അതിനുള്ളൊരു സാധ്യത പോലും പങ്കുവച്ചിരുന്നില്ല. അപ്പൊ അതെല്ലാം മറികടന്നുകൊണ്ട് 102 സീറ്റുമായി UDF അധികാരത്തിലേക്ക് എത്തുമ്പോൾ എടുത്തു പറയേണ്ടത് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെയാണ്. അതിനൊരു കാരണമുണ്ട്. 100 സീറ്റ് നേടി UDF അധികാരത്തിലെത്തിയില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. 100-ലധികം സീറ്റുമായി UDF അധികാരത്തിലേക്ക് വരുമെന്ന് VD സതീശൻ പറയുന്നു. അതുപോലെ 1 ഡസൻ മന്ത്രിമാർ പരാജയപ്പെടും, അത് 1-2 കൂടിയാലേ ഉള്ളൂ എന്ന് പറയുന്നു. VD സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും, പുതുപ്പള്ളി ആകട്ടെ തൃക്കാക്കര ആകട്ടെ, സതീശൻ പറയുന്ന കണക്ക് കൃത്യമായിരുന്നു. ഇത്ര വോട്ടിന് വിജയിക്കുമെന്ന് സതീശൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വോട്ട്, അല്ലെങ്കിൽ ചെറിയ വ്യത്യാസം മാത്രമാണ് വന്നിട്ടുള്ളത് എല്ലാ തെരഞ്ഞെടുപ്പിലും. അത് കഴിഞ്ഞ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 17 മുതൽ 19 സീറ്റ് വരെ നേടുമെന്ന് സതീശൻ പറഞ്ഞു. 18 സീറ്റ് നേടി. അത് കഴിഞ്ഞ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പറയുമ്പോഴും സതീശൻ എടുത്തു പറഞ്ഞൊരു വാക്ക്, 4 കോർപ്പറേഷനുകളിൽ കോൺഗ്രസ് അല്ലെങ്കിൽ UDF അധികാരത്തിലെത്തും, 2 കോർപ്പറേഷനിൽ വലിയ മാറ്റം ഉണ്ടാകും. ഇത് കറക്റ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു എക്സിറ്റ് പോളുകളെക്കാൾ സർവേകളെക്കാൾ സതീശന്റെ സർവേയാണ് കേരളത്തിൽ ശരിയായതെന്ന് പറയേണ്ടി വരും. അപ്പോൾ സതീശൻ പറയുന്നതൊന്നും വെറുതെ അല്ല, നുണേശനല്ല. സതീശൻ പറയുന്നത് വ്യക്തമായിട്ട് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് കേരളം കണ്ടു. അപ്പൊ എന്തായിരിക്കും സതീശന്റെ ഒരു കോൺഫിഡൻസിന്റെ പിന്നിൽ? സതീശന്റെ കോൺഫിഡൻസിന്റെ പിന്നിൽ ഒന്ന് ഹാർഡ് വർക്കാണ്. സതീശൻ ഒരു ഹാർഡ് വർക്കറാണ്, അതിശക്തമായി. നല്ല വായനക്കാരനാണ് ആദ്യമേ. പിന്നെ മാത്രമല്ല, ഡാറ്റ അനലൈസ് ചെയ്യാനും ജനങ്ങളുമായി ബന്ധപ്പെടാനും അടിത്തട്ടിൽ പ്രവർത്തിക്കാനും സതീശന് നല്ല അറിവുണ്ട്. ഈ അടുത്ത ദിവസം ഒരാൾ പറയുമായിരുന്നു, കരുനാഗപ്പള്ളിയിൽ CR മഹേഷിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങൾ ബൂത്ത് സെക്രട്ടറിമാരോടാണ് പറയുന്നത്, ബൂത്ത് കൺവീനർമാരോട്. നിങ്ങളുടെ ബൂത്തിനകത്ത് ഏറ്റവും ഉയർന്ന സ്ഥലം നോക്കണം, അവിടെ എവിടെ പോസ്റ്റർ വയ്ക്കണം, എങ്ങനെ വയ്ക്കണം, അതടക്കം പറയാൻ കഴിയുന്ന താഴെത്തട്ടിൽ ബന്ധമുള്ള വളരെ അപൂർവം കോൺഗ്രസ്സുകാരേ ഉള്ളൂ. ബാക്കി അതൊന്നൊരു പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാൾ പറയേണ്ടതല്ല. ഇദ്ദേഹം അത് പറയുന്നു. അത് മാത്രമല്ല, ഓരോ തെരഞ്ഞെടുപ്പിന് മുമ്പും അദ്ദേഹം അതിൻ്റെ ഡാറ്റ അനലൈസ് ചെയ്യുന്നു, അവിടുത്തെ രീതികൾ കാണും. നമ്മൾ 2 യാത്ര കണ്ടു. ഒരു വികസന യാത്ര മുഖ്യമന്ത്രി നടത്തിയത് കണ്ടു, ഇദ്ദേഹത്തിൻ്റെ കേരള രക്ഷായാത്ര എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പുതുയുഗ യാത്ര, കേരളത്തിനെ രക്ഷിക്കാൻ. ഈ 2 യാത്രയും തമ്മിലുള്ള വ്യത്യാസം മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഞാൻ ഈ 2 യാത്രയും കണ്ടാണ്. ഈ പിണറായി വിജയന്റെ യാത്രയിൽ പൗരപ്രമുഖന്മാരെ കാണുന്നു, കുറെ ആളുകളെ കാണുന്നു, കുറെ കൺവെൻഷൻ നടത്തുന്നു, സമ്മേളനം നടത്തുന്നു, ചെട്ടി എടുത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നു. ഒരു രക്ഷാപ്രവർത്തനം നടത്തിയതിൻ്റെ ഒരാൾ ആലപ്പുഴ ജയിച്ചിട്ടുണ്ട്. അത് ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഗുണമാണ്. ഒരു പയ്യൻ അവിടെ ചിത്തരഞ്ജനെ തോൽപ്പിച്ച് ജയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കലാപരിപാടികളാണ് ഉണ്ടായിരുന്നെങ്കിൽ, പിന്നെ തിരുവാതിര, അങ്ങനെയുള്ള കോമാളിത്തരങ്ങളാണ് ഉണ്ടായിരുന്നെങ്കിൽ, സതീശൻ, ഞാൻ പല സ്ഥലത്തും ശ്രദ്ധിച്ചു, സതീശൻ അവിടെയുള്ള സാധാരണ മനുഷ്യരെ, സാധാരണ പ്രവർത്തകരെ കാണുകയും അവരുമായി ചെയ്തു. രണ്ടാമത്തെ കാര്യം, 2021 കോൺഗ്രസിന്റെ അവസ്ഥ വളരെ പരിതാപകരമായി നമുക്ക് പറയേണ്ടി വരും. കാരണം 2 തവണ തെരഞ്ഞെടുപ്പിൽ തോറ്റു. ഇനി തിരിച്ചുവരവ് സാധ്യമല്ല എന്ന രൂപത്തിൽ ആളുകൾ എഴുതി തള്ളിയ ഒരു കോൺഗ്രസ് ആണ്. ലീഗ് പോലും ഇനി ഈ മുന്നണിയിൽ നിന്നിട്ട് കാര്യമുണ്ടോ എന്ന് സംശയിച്ച ഒരു ഘട്ടത്തിലാണ് സതീശൻ എന്നതിന്റെ നേതൃത്വത്തിലേക്ക് വരുന്നത്. സതീശൻ ചെയ്ത വളരെ പ്രധാനപ്പെട്ട കാര്യം, 2001 UDFന്റെ കൂടെ ഉണ്ടായിരുന്ന ഒട്ടനവധി സാമൂഹ്യ വിഭാഗങ്ങൾ കോൺഗ്രസിനെ വിട്ടുപോയി, UDFനെ വിട്ടുപോയി. അവർ പരമ്പരാഗതമായി വേണ്ടതാണ്, കോൺഗ്രസിന്റെ കൂടെ നിന്നവരാണ്. ഇപ്പൊ കെ കരുണാകരന്റെയോ ANന്റെയോ കാലത്ത് കൂടെ നിന്നവരാണ്. അവർ പലരും വിട്ടുപോയി. അതിൽ ഏറ്റവും പ്രധാനം ന്യൂനപക്ഷങ്ങളാണ്. 2021 ന്യൂനപക്ഷങ്ങൾ വലിയ തോതിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു. ക്രിസ്തീയ വിഭാഗങ്ങളിൽ കുറെ ആളുകൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു. ചിലരൊക്കെ BJPയിലേക്ക് പോകണമെന്ന് വരെ സംശയിച്ച് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സാമൂഹ്യ വിഭാഗങ്ങളെ വളരെ തന്ത്രപരമായി, രാഷ്ട്രീയമായി അവരെ കൂടെ നിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് അവരിൽ വലിയ കോൺഫിഡൻസ് സൃഷ്ടിച്ചു. BJP ഉയർത്തുന്ന ഇതിനെതിരായി ശക്തമായി നിൽക്കാം എന്ന് പറഞ്ഞു. ആ സമയത്താണ് പിണറായി വിജയൻ റിവേഴ്സ് ഗിയറിലേക്ക് പോയത്. 2024 തെരഞ്ഞെടുപ്പോടുകൂടി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമായി. ന്യൂനപക്ഷങ്ങളെ പിന്തുണയ്ക്കുന്ന, അതിനാണ് വെള്ളാപ്പള്ളി നടേശനെ മുമ്പിൽ നിർത്തി അയ്യപ്പ സംഗമം വരെയുള്ള നാടകം നടത്തിയത്. ഇത് സതീശൻ വളരെ നന്നായി ഉപയോഗിച്ചു. സതീശൻ ഉപയോഗിച്ചു എന്ന് മാത്രമല്ല, ഈ അവസ്ഥയിൽ എങ്ങനെയാണ് ഈ സാമൂഹ്യ വിഭാഗങ്ങളെ കൂടെ നിർത്തേണ്ടത്. എൻ്റെ അടുത്തൊരു ബിഷപ്പ് ഒരിക്കൽ എങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഒരുപക്ഷെ ഞങ്ങളെക്കാൾ നന്നായി ബൈബിൾ വായിച്ചിട്ടുള്ള ആൾ സതീശനാണ് എന്ന് പറഞ്ഞു.
സതീശന്റെ ബൈബിൾ പ്രസംഗങ്ങൾ കേട്ട് പെന്തക്കോസ്തുകാർ വരെ സതീശന് വോട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു ടെക്നിക്കല്ല, അത് നന്നായി മനസ്സിലാക്കി പറയുന്നതാണ്. സതീശൻ അത് ഉൾക്കൊണ്ട്, കാരണം നല്ല വായനക്കാരനായതിൻ്റെ ഒരു വലിയ ഗുണമുണ്ട്, നല്ല മെമ്മറി ഉണ്ട്. ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാം. നമ്മൾ തോമസ് ഐസക്കുമായിട്ടുള്ള സംവാദത്തിൽ തോമസ് ഐസക്ക് നിലത്തടിച്ച് തകർന്നു പോയ കഥ നമ്മളറിയാം പണ്ട്. കാരണം സതീശൻ അതുപോലെ സതീശന്റെ അസംബ്ലി സംവാദങ്ങളൊക്കെ തന്നെ സത്യം പറഞ്ഞ് ഞാൻ 5 മിനിറ്റ് അസംബ്ലി സംസാരിക്കണമെങ്കിൽ ഒരു രാത്രി മുഴുവൻ ഞാൻ പഠിക്കുമെന്ന്, അതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ചതിന് ശേഷിച്ചില്ല. അപ്പൊ സതീശൻ ഉന്നയിക്കുന്നത് വളരെ കൃത്യമായ കാര്യങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സതീശനെ നേരിടാൻ തന്നെ ഒരു സൈന്യത്തെ ക്ലിഫ് ഹൗസിലുണ്ടാക്കി. സതീശൻ തന്നെ പറഞ്ഞല്ലോ, ക്ലിഫ് ഹൗസിലുണ്ടാക്കി, ചില ചാനലിൽ കുറെ ആളുകളെ ഏർപ്പാടാക്കി. സതീശൻ നുണേശൻ എന്ന് പറഞ്ഞു. സതീശൻ പറയുന്നത് അതാണ് പ്രശ്നം, സതീശൻ പറയുന്നത് മുഴുവൻ നുണയാണെന്ന് സ്ഥാപിക്കാൻ ഇവർ ശ്രമിച്ചതോടുകൂടി സതീശൻ ടാർഗറ്റായി. സതീശൻ ടാർഗറ്റായത് സതീശൻ എളുപ്പമായി. സതീശൻ പറഞ്ഞ് എന്നെ സഹായിച്ചത് മുഖ്യമന്ത്രിയുടെ PR സംഘമാണെന്ന്. തീർച്ചയായും ആ അർത്ഥത്തിൽ ഒരു ചാനലിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു 70 പ്രാവശ്യമായിട്ട് എനിക്കെതിരായി നുണകൾ പറഞ്ഞു. അപ്പോൾ ഇത് ജനങ്ങൾക്കിടയിൽ കൃത്യമായി ഏത് ആംഗിളിൽ സംസാരിച്ചാൽ കൊള്ളുമെന്ന് സതീശൻ അറിയാം. അതുകൊണ്ട് തന്നെ ഈ സാമൂഹ്യ വിഭാഗങ്ങളെ കൂടെ നിർത്തുക മാത്രമല്ല, സാധാരണ മനുഷ്യരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഭാഷയുണ്ട്. മറുവശത്ത് നമ്മൾ കാണുന്ന പിണറായി വിജയന്റെ ഭാഷയാണ്. അതാണ് പ്രശ്നം. വീട്ടിൽ പോയി ചോദിക്കാൻ പറയുന്നതോടുകൂടി ഏത് പത്രക്കാരനെ എവിടെ വെച്ച് കണ്ടാലും സതീശൻ ഉത്തരം പറയും. ചിലപ്പോൾ അദ്ദേഹം കർക്കശക്കാരനാണ്, ചിലപ്പോൾ ചൂടാവും, അതൊന്നുമില്ല എന്ന് പറയുന്നില്ല. ചിലപ്പോൾ കർക്കശക്കാരനാവും. പിന്നെ കൈരളി ദേശാഭിമാനി മാത്രം ചോദിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ പറയും നിങ്ങൾ 5 ചോദ്യം ചോദിച്ചില്ലേ, ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ളവരും കൂടി ചോദിക്കട്ടെ എന്ന് പറയും. കാരണം സതീശന്റെ പത്രസമ്മേളനം തടസ്സപ്പെടുത്താൻ വളരെ പ്ലാൻ ചെയ്ത് ആസൂത്രിതമായി ശ്രമം നടന്നിരുന്നു. പക്ഷെ സതീശൻ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. മറ്റൊരു സതീശന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സതീശന്റെ യാത്രയിലടക്കം ഒരുപാട് ജനകീയ സമരങ്ങളെ സതീശൻ അഡ്രസ്സ് ചെയ്തൊരു രീതിയുണ്ട്. ഇപ്പോൾ കേരളയിൽ സമരമായാലും ആശാ സമരമായാലും തീരദേശ സമരമായാലും അവരെ ആ വിഷയം നന്നായി പഠിച്ച് ആ സമരക്കാർ പറയുന്ന അതേ ഭാഷയിൽ അതേ രീതിയിൽ അത് പ്രസന്റ് ചെയ്ത് പൊതുസമൂഹത്തിന്റെ, അത് മാത്രമല്ല യഥാർത്ഥത്തിൽ മുമ്പൊന്നും UDF ഇങ്ങനെ കേരളയിൽ പോലൊരു സമരം എടുക്കാറില്ല. അങ്ങനെ ഒരു സമരത്തിൽ UDF വരാറില്ല. UDF എപ്പോഴും സമരവിരുദ്ധരാണ്. പക്ഷെ സതീശൻ അതൊരു ജനകീയ ആശാസമരത്തിലൊക്കെ സതീശൻ നിറഞ്ഞു നിന്ന ആളാണ്. അതുകൊണ്ട് എന്ത് പറ്റി, UDFന് നിറഞ്ഞിട്ടുണ്ട്, UDFും വന്നു. പിന്നെ യൂത്തിനോട് സതീശന്റെ സമീപനം, ഞാനത് വളരെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം. യൂത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇന്ന് കേരളത്തിലുള്ള ഏറ്റവും നല്ല നേതാവ് സതീശനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ കോളേജിലെ ഇന്റർവ്യൂകൾ കണ്ടിട്ടുണ്ട്. വളരെ ഷാർപ്പായിട്ട് ചോദ്യം, അവരൊന്നും രാഷ്ട്രീയം വെച്ചിട്ടില്ല, ഷാർപ്പായിട്ടുള്ള ചോദ്യങ്ങൾ. ഇന്ന് വിഷ്വൽ മീഡിയയിൽ ജെയിൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഇന്റർവ്യൂവിലെ ഒരു ഭാഗമെടുത്ത് ആ ഇന്റർവ്യൂ നടത്തിയയാൾ ഇന്നലെ TV ഇട്ടിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കോൺഫിഡൻസ് എന്താ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഞാൻ ഓവർ കോൺഫിഡൻസുകാരനല്ല, പക്ഷെ കോൺഫിഡൻസ് ഉണ്ട് എനിക്ക്. എൻ്റെ കോൺഫിഡൻസ് ബേസ്ലെസ് അല്ല, ഞാൻ ഡാറ്റ വെച്ചിട്ടാണ്. എന്തുകൊണ്ട് 100 സീറ്റ് എന്ന് പറഞ്ഞു, 100+ എന്ന് പറഞ്ഞു എന്ന് തന്നെ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. കേരളത്തിൽ ശക്തമായൊരു ഭരണവിരുദ്ധ വികാരമുണ്ട്. ആ ഭരണവിരുദ്ധ വികാരം നന്നായി ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ കേരളത്തിൽ UDFന് 100 സീറ്റ് കിട്ടും. അതിനേതാണ്ട് ഇന്ന ജില്ലകളിൽ ഇത്ര സീറ്റ്, ഇന്ന സീറ്റുകൾ സാധ്യതയുണ്ട്. ആ സീറ്റിൽ ജയിക്കാൻ ഏത് രൂപത്തിലുള്ള തന്ത്രം വേണം. അതാ നേരത്തെ പറഞ്ഞ് സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം കേരളത്തിൽ നടന്ന ഇലക്ഷനിൽ UDF തോറ്റ ഒരു സംഗതി ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് മാത്രം. അതുപോലും 40,000-ൽ നിന്ന് 13,000-ആയിട്ട് 11,000-ആയിട്ട് 4-1 ഏതാണ്ട് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ പ്ലാനിങ്, സ്ഥാനാർത്ഥി നിർണയം, അതുപോലെ വളരെ ശക്തമായി ഇവരോടെടുത്ത നിലപാട്. ഈ വെള്ളാപ്പള്ളി നടേശനൊക്കെ പറയുമ്പോൾ, സുകുമാരൻ നായരും പറയുമ്പോൾ, അൻവറിന്റെ വിഷയത്തിൽ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലൊക്കെ സതീശന്റെ എടുത്ത നിലപാട്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒറ്റ വിഷയം കൊണ്ട് കോൺഗ്രസ് തകർന്നു പോകുമായിരുന്നു. അത് കോൺഗ്രസിന് കോൺഗ്രസിന് പോസിറ്റീവായി. കാരണം അപ്പുറത്ത് അതിനേക്കാൾ കുഴപ്പക്കാരിരിക്കുന്നു എന്ന് പറയുകയും സതീശന് അത് ഇതായിരിക്കുകയും ചെയ്തു. അല്ല, അങ്ങനെ പറയുമ്പോൾ മറ്റൊരു ചോദ്യം ഉണ്ടല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാടെടുക്കുകയും അതിജീവിതമാർക്കൊപ്പമാണ് അല്ലെങ്കിൽ ഇരകൾക്കൊപ്പമാണ് ഞങ്ങളെന്ന് UDFും കോൺഗ്രസും ആവർത്തിച്ചപ്പോ PK ശശിക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയത് ശരിയായ നിലപാടല്ല? തീർച്ചയായിട്ടും തെറ്റായിരുന്നു. സതീശനോട് നമ്മൾ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് തെറ്റായിരുന്നു. പക്ഷെ തെറ്റായിരുന്നു ജനങ്ങൾ നന്നായി തെളിയിച്ചില്ലേ. PK ശശി 3-ാം സ്ഥാനത്ത് പോയില്ലേ ഒറ്റപ്പാലത്ത്. അപ്പോൾ UDF തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ UDFനെ തിരുത്താൻ ജനങ്ങൾക്കറിയാം, UDF തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ UDFനെയും തിരുത്താൻ ജനങ്ങൾക്കറിയാം. അത് തിരുത്തിയതാ, അത് വേണം, ആടി വേണം. സതീശൻ വളരെ പുകഴ്ത്തിയ
പി കെ ശശിയെ ജനങ്ങൾ 3-ാം സ്ഥാനത്ത് എത്തിച്ചുവെങ്കിൽ, ഞാൻ പറഞ്ഞ സതീശൻ ഒന്നും തെറ്റ് ചെയ്യാത്ത ആളാണെന്നൊന്നുമല്ല. സതീശന് ഞാനുമായിട്ട് പല വിഷയങ്ങളിലും തർക്കം ഉണ്ടായിട്ടുള്ള ആളാണ്. പക്ഷെ തർക്കിക്കാം നമുക്ക്, ആണ് പ്രശ്നം. എന്നെ ശത്രുവായിട്ടല്ല കാണുക, എന്നെ മറ്റൊരു അഭിപ്രായക്കാരനായിട്ട് കാണുന്നുള്ളൂ. ഒരു വ്യത്യസ്ത അഭിപ്രായക്കാരനാണ് കാണുന്നത്. അത് ഞാൻ പറഞ്ഞത്. അതുപോലെ യൂത്തിനോട് കമ്മ്യൂണിക്കേറ്റ്, ഞാൻ ഈ ജെയിൻ യൂണിവേഴ്സിറ്റിയിലെ കാര്യം പറഞ്ഞത് അതുകൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞ കോൺഫിഡൻസിന്റെ കാര്യം അത് പറഞ്ഞു. എന്താണ് നെക്സ്റ്റ് പ്ലാൻ? അതാണ് മറ്റൊരു കാര്യം. സതീശൻ ഒരു ബദൽ പ്ലാനുമായിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. അത് ചെറിയ കാര്യമല്ല. ഇപ്പൊ ചിലത് തെറ്റാന്ന് മാത്രമല്ല. ഇപ്പൊ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച് കൃത്യമായൊരു നിലപാട് സതീശനുണ്ട്. സാധാരണ ആളുകൾ മുദ്രാവാക്യം വിളിക്കുന്ന പോലെ അങ്ങനെ ചെയ്യുന്നുള്ളതല്ല. ഇതിൽ ഓരോ കാര്യത്തിലും സതീശന് നിലപാടുണ്ട്. വികസനം സംബന്ധിച്ച് സതീശന് നിലപാടുണ്ട്. അടുത്ത തലമുറ എന്ത് ചെയ്യണം, അദ്ദേഹം വിദ്യാഭ്യാസം സംബന്ധിച്ച്, അദ്ദേഹം ആ ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ 1 മണിക്കൂറിൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഞാൻ പലർക്കും അയച്ചു കൊടുത്തു. നല്ല ഒരുപാട് പേര്, സതീശന്റെ ആരാധകരൊന്നുമല്ല, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ താല്പര്യക്കാരുമല്ല, സ്വതന്ത്രരായിട്ടുള്ള ഒരുപാട് പേർ ആ ഇന്റർവ്യൂ കണ്ടിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ തന്നെയാണ് ചീഫ് മിനിസ്റ്ററായിട്ട് വരേണ്ടത് കേരളത്തിൽ. ആ പൊസിഷനാണ് ലീഡർഷിപ്പ്. ഒരു വിഷൻ ഉണ്ടാവുക, കൺവിക്ഷൻ ഉണ്ടാവുക, അതുപോലെ കോൺഫിഡൻസ് ഉണ്ടാവുക.